രാജു എബ്രഹാമിനെ അനുകൂലിച്ചുള്ള ഫേസ്ബുക്ക് പോസ്റ്റിൽ പാർട്ടിക്ക് വിശദീകരണം നൽകി CPIM ഏരിയ കമ്മിറ്റി അംഗം അൻസാരി അസീസ്. പോസ്റ്റ് തന്റെ അറിവോടെയല്ല, മറ്റാരുടെയോ പോസ്റ്റ് ബന്ധു തന്റെ പ്രൊഫൈലിൽ പോസ്റ്റ് ചെയ്യുകയായിരുന്നുവെന്നും നേതൃത്വത്തെ അൻസാരി ഫോണിൽ അറിയിച്ചു. പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങളുമായി ചേരുന്നത്. പ്രവീൺ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ബിനിൽ, പത്തനംതിട്ട ഏരിയ കമ്മിറ്റി യോഗം ഇപ്പോൾ ചേരുകയാണ്. രാജു എബ്രഹാമിൻ്റെ സാന്നിധ്യം ഈ ഒരു യോഗത്തിലുണ്ട് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമാണ്. കഴിഞ്ഞ ദിവസമാണ് പത്തനംതിട്ട CPIM ഏരിയ കമ്മിറ്റി അംഗം അൻസാരി രാജു എബ്രഹാമിനെ അനുകൂലിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടത്. തോമസ് ഐസക്കിൻ്റെ പരാജയത്തിൽ നിരാശ പൂണ്ട് രാജു എബ്രഹാമിനെ അനുകൂലിച്ചുകൊണ്ടായിരുന്നു ഈ ഏരിയ കമ്മിറ്റി അംഗത്തിൻ്റെ പോസ്റ്റ്. വീട്ടിൽ സ്വർണം വെച്ചിട്ട് എന്തിന് നാട്ടിൽ തേടി നടപ്പൂ എന്നൊരു കുറിപ്പും രാജു എബ്രഹാമിൻ്റെ ഫോട്ടോയ്ക്കൊപ്പം ഫേസ്ബുക്ക് കുറിപ്പിൽ ഉണ്ടായിരുന്നു. ഇതാണ് ഏറെ വിവാദമായത്. തോമസ് ഐസക്ക് വിജയിക്കുമെന്നൊരു പ്രതീക്ഷ LDF ക്യാമ്പിൽ ഉണ്ടായിരുന്നു. പക്ഷേ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ തോമസ് ഐസക്ക് പരാജയപ്പെട്ടു. 66,000 വോട്ടിന് UDF ആണ് ഇവിടെ വിജയിച്ചത്. ഇതിൽ ഒരു അമർഷവും ഒപ്പം തന്നെ നിരാശയും അണികൾക്കുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റായിരുന്നു CPIM ഏരിയ കമ്മിറ്റി അംഗത്തിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ വന്നത്. അതാണ് ഏറ്റവും കൂടുതൽ വിവാദമായത്. ഒപ്പം തന്നെ പത്തനംതിട്ട ഉൾപ്പെടെ ലോക്സഭാ മണ്ഡലങ്ങളിൽ യുവജനതയ്ക്ക് പ്രത്യേകം പ്രാതിനിധ്യം നൽകണമെന്നൊരു ആവശ്യം കൂടി, അത്തരത്തിലുള്ളൊരു കുറിപ്പ് കൂടി ഈ അൻസാരി പോസ്റ്റ് ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇന്നിപ്പോൾ CPIM ഏരിയ കമ്മിറ്റി യോഗം പത്തനംതിട്ടയിൽ ചേരുകയാണ്. അല്പസമയം മുമ്പാണ് ഈ യോഗം ആരംഭിച്ചത്. ഈ പോസ്റ്റ് ഇട്ട അൻസാരിയും ഈ യോഗത്തിലേക്ക് എത്തിയിട്ടുണ്ട്. നേരത്തെ തന്നെ CPIM നേതൃത്വം ഫോണിൽ അൻസാരിയോട് വിശദീകരണം തേടിയിരുന്നു. അൻസാരി പറഞ്ഞത് തൻ്റെ അറിവോടെയല്ല ഇത്തരത്തിൽ ഒരു പോസ്റ്റ് തൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ വന്നതെന്നാണ്. ഒരു ബന്ധുവാണ് അത് തൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ അത് ഷെയർ ചെയ്ത് അതിനുശേഷം പോസ്റ്റ് ചെയ്തത് എന്നുള്ളൊരു വിശദീകരണമാണ് ഫോണിൽ കൂടി അൻസാരി നടത്തിയിട്ടുള്ളത്. ഏതായാലും ഇപ്പോൾ അൻസാരിയും ഈ ഒരു ഏരിയ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. രാജു എബ്രഹാം അറിയിച്ചിരിക്കുന്നത് CPIM ജില്ലാ കമ്മിറ്റി വിഷയം ഗൗരവമായി എടുക്കും. CPIMന്റെ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യുമെന്നും രാജു എബ്രഹാം അറിയിച്ചിട്ടുണ്ട്. ബിനിൽ, ഓക്കെ, വ്യക്തമാണ്.